2020 ലോകകപ്പ് സൂപ്പർ 8 നിർണായക പോരാട്ടത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്നലെ ഇന്ത്യ വിജയം നേടിയിരുന്നു. ഇന്ത്യ 72 റൺസിനാണ് വിജയിച്ചത്. അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് മുന്നേറാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സഞ്ജു സാംസൺ മുതൽ ബാറ്റിംഗിന് ഇറങ്ങിയവരെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് എത്തി. ഓപ്പണറായി എത്തി 97 റൺസുമായി പുറത്താകാതെ നിന്ന ബ്രയാൻ ബെന്നറ്റിന്റെ ഒറ്റയാൾ പോരാട്ടത്തിനും സിംബാബ്വെയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വിജയം നേടി സെമി ഫൈനൽ സാധ്യതകൾ ഇന്ത്യ നിലനിർത്തിയപ്പോൾ ഇന്ന് പുലർച്ചെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ടീമിനെ കാത്തിരുന്നത്. റിങ്കു സിംഗിന്റെ അച്ഛൻ ഖൻചന്ദ് സിംഗ് ഇന്ന് ഗ്രേറ്റർ നോയിഡയിലെ യാത്തോർത്ത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചു. ഒരു വർഷത്തിൽ ഏറെയായി ലിവർ ക്യാൻസറിനോട് പൊരുതുകയായിരുന്നു ഖൻചന്ദ് സിംഗ്. അസുഖം കണ്ടെത്തിയപ്പോഴേക്കും അത് 4ാം സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. മകൻ ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് താരമായി മാറിയിട്ടും അലിഗഡിലെ തെരുവുകളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത് തുടർന്ന ഒരാളായിരുന്നു ഖൻചന്ദ് സിംഗ്. ഒരു വർഷം മുമ്പ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നതുവരെ ഖൻചന്ദ് ആ ജോലി തന്നെയാണ് ചെയ്തിരുന്നത്. റിങ്കു സിംഗിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ പ്രധാന പങ്കുവഹിച്ചയാളും പിതാവ് തന്നെയാണ്. തുടക്കത്തിൽ റിങ്കുവിന്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടത്തിന് എതിരായിരുന്നു എങ്കിലും LPG സിലിണ്ടർ വിതരണക്കാരനായിരുന്ന അദ്ദേഹം പിന്നീട് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടയിലും മകന്റെ ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ആ കരുതലും സ്നേഹവുമാണ് ഒരു നിർണായക ടൂർണമെന്റിനിടെ റിങ്കുവിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. റിങ്കു ഇന്ത്യൻ T20 ടീമിലെ സ്ഥിരം സാന്നിധ്യമായതിന് പിന്നാലെയാണ് അലിഗഡിൽ ഒരു വാഹനത്തിലേക്ക് LPG സിലിണ്ടറുകൾ എടുത്തുവെക്കുന്ന ഖൻചന്ദ് സിംഗിന്റെ വീഡിയോ വൈറലായി മാറിയത്. പിതാവിനോട് ആ ജോലി ഉപേക്ഷിച്ച് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല എന്ന കാര്യം റിങ്കു സിംഗ് തന്നെ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. മുമ്പ് അച്ഛനും സഹോദരങ്ങൾക്കുമൊപ്പം റിങ്കുവും വീടുകൾ തോറും ഗ്യാസ് സിലിണ്ടറുകൾ സപ്ലൈ ചെയ്തിരുന്നു. അലിഗഡിലെ ഒട്ടും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു റിങ്കുവിന്റെ ജനനം. ഖൻചന്ദിന്റെ 5 മക്കളിൽ 3ാമനായിരുന്നു റിങ്കു സിംഗ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടിരുന്ന റിങ്കുവിന്റെ സ്വപ്നങ്ങളിൽ ആദ്യം പിതാവിന് യോജിക്കാനായിരുന്നില്ല. കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാൻ റിങ്കുവിനെ ഒരു ജോലിക്കാരനാക്കണം എന്നായിരുന്നു ഖൻചന്ദിന്റെ ആഗ്രഹം. എന്നാൽ പിന്നീട് അദ്ദേഹം മകന്റെ ആ വലിയ സ്വപ്നത്തിനൊപ്പം കൂടുകയായിരുന്നു. പഠിക്കുന്നതിനൊപ്പം തന്നെ അച്ഛനെ സഹായിക്കാനും റിങ്കു ശ്രദ്ധിച്ചിരുന്നു. സിലിണ്ടറുകൾ ബൈക്കിൽ വെച്ച് റിങ്കു വീടുകളിലും ഹോട്ടലുകളിലും കൊടുത്തിരുന്നു. ഒപ്പം മുടങ്ങാതെ തന്റെ ക്രിക്കറ്റ് പരിശീലനവും മുന്നോട്ട് കൊണ്ടുപോയി. 2021 റിങ്കുവിന് പരിക്കേറ്റപ്പോൾ അച്ഛൻ മകന്റെ ആരോഗ്യത്തിനു വേണ്ടി 3 ദിവസമാണ് ഉപവാസം അനുഷ്ഠിച്ചത്. റിങ്കുവിന്റെ ഉയർച്ചയിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും മകന്റെ കഴിവിനെ ആദ്യം വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാതെ പോയതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരിക്കൽ കുടുംബത്തിനൊപ്പം ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന അതേ നഗരത്തിൽ തന്നെ പിന്നീട് റിങ്കു ഒരു ആഡംബര ബംഗ്ലാവും സ്വന്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശ് അലിഗഡിലെ ഓസോൺ സിറ്റിയിൽ ഗോൾഡൻ എസ്റ്റേറ്റിലായിരുന്നു പിതാവിന്റെ ആഗ്രഹം പോലെ 3.5 കോടി രൂപക്ക് റിങ്കു ഒരു ബംഗ്ലാവ് സ്വന്തമാക്കിയത്. ഇല്ലായ്മയിൽ നിന്നും വളർന്നു വന്ന മകൻ ക്രിക്കറ്റിലൂടെ ആരാധക ഹൃദയങ്ങൾ കീഴടക്കുന്നത് കണ്ടാണ് ഖൻചന്ദ് എന്ന പിതാവ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഇല്ലായിരുന്നുവെങ്കിലും പകരക്കാരനായിട്ട് റിങ്കു ഫീൽഡിൽ ഇറങ്ങിയിരുന്നു. പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ ഉടൻ റിങ്കു സിംഗ് ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ റിങ്കു സിംഗ് ടൂർണമെന്റിന്റെ ബാക്കി മത്സരങ്ങളിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. BCCIയിൽ നിന്നോ ടീം മാനേജ്മെന്റിൽ നിന്നോ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ബാക്കി മത്സരങ്ങളിൽ 28-കാരനായ റിങ്കു സിംഗ് കളിക്കുമോ എന്നത് വ്യക്തമല്ല.